ഇതൊന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരെ പോയ വിശേഷങ്ങളാണ് കേട്ടോ. കൊച്ചിൻ്റെ കാലേക്കടെ ഒന്നും നോക്കണ്ട, അവൻ ഫുള്ള് പേന വെച്ച് കുത്തി വരച്ച് വെച്ചിരിക്കുന്നു. എന്ത് ചെയ്ത് അത് കഴിയിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാത്രം അതാണ് കേട്ടോ. അത് കയ്യേ കൂടെയും കാലേ കൂടെയും ഒക്കെ ഉണ്ട്. എന്ത് ചെയ്താൽ തൂക്കാനും അവൻ സമ്മതിക്കില്ല, വരയ്ക്കാനും പേന ഇട്ട് മേടിക്കാനും സമ്മതിക്കില്ല. ഇതെന്തെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ എനിക്ക് കിളി പോയി. ഞാൻ കുറച്ചു നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു സ്ഥലത്ത് മാത്രം അങ്ങനെയാണ് വണ്ടി പോവാന്ന്. അപ്പോൾ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തി. വളയും മാലയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ ഈശ്വരാ, എൻ്റെ കണ്ണിങ്ങനെ പുറത്തേക്ക് വരുമെന്ന് ആയിപ്പോയി. പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ. എന്താ നമ്മളെ പറ്റിക്കാൻ അതിന് ഭയങ്കരമായിട്ട് പറ്റിക്കും. അപ്പോൾ നോക്കി കണ്ടൊക്കെ വാങ്ങിച്ചല്ലേ ചിലപ്പോൾ. അതെങ്ങനെ എനിക്ക് ആദ്യം മനസ്സിലായെന്നറിയോ? ഞാൻ ഒരു ക്രോക്സ് വാങ്ങാൻ വിചാരിച്ചിട്ട് കയറി. അപ്പോൾ കയറി കഴിഞ്ഞപ്പം എനിക്കവിടെ സൈസ് പാകമല്ലായിരുന്നു കേട്ടോ. എൻ്റെ കാല് ഭയങ്കരമായിട്ട് ഫ്രണ്ടിൽ മുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാകമല്ലായിരുന്നു. എനിക്ക് ഇഷ്ടമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ വില ചോദിച്ചു. ഞാൻ വില ചോദിച്ചു. അവരപ്പോൾ പറഞ്ഞു 400 സംതിങ് പറഞ്ഞു. അപ്പോൾ നോക്കി ഇട്ടു. പക്ഷേ എനിക്കത് കറക്റ്റ് അല്ലാത്തത് തന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ, നമുക്ക് വേറെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ തന്നെ ആ കടക്കാരൻ പറയാണ്, ഇല്ല 100 റുപ്പീസ് കുറച്ച് തന്നു. 350 രൂപ 450 എങ്ങാണ്ടാണ് പറഞ്ഞിരുന്നത്. ഒറ്റയടിക്ക് 100 റുപ്പീസ് പറഞ്ഞു കുറച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, വില കൂടുതലായത് കൊണ്ടല്ല, എനിക്ക് സൈസ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് വേണ്ട പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയാണ് നടക്കണേന്നറിയോ? അപ്പോൾ എന്താ പറയുക, നമ്മൾ നോക്കി കണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിലക്കുറവിലൊക്കെ കിട്ടും. നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അവർ പറയണ വിലയ്ക്ക് തന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അത് ചെന്ന് കയറിയപ്പോൾ തന്നെയുള്ള സംഭവമായിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ബാർഗെയിൻ ചെയ്യണമെന്നൊന്നും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കമ്മൽ വാങ്ങണം വിചാരിച്ചിട്ട് നടക്കുകയായിരുന്നു. വെറുതെ ഒരു ജിമിക്കൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കടയിൽ കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര റേറ്റ്. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു കേട്ടോ. വേറൊരു കടയിൽ കയറി ഇതിൽ. എന്നിട്ട് ഞാൻ 2 എടുത്ത് കയ്യിൽ പിടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു പീസിന് 100 റുപ്പീസാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ ഇല്ല കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ട, സാധനം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നടന്നു. അപ്പോൾ അവർ പറഞ്ഞു എത്ര രൂപയ്ക്ക് ചേച്ചിക്ക് എടുക്കാൻ പറ്റുക അത്രയും രൂപയ്ക്ക് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി മേടിച്ചിട്ട് വന്ന്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് മോൻ്റെ കുരുത്തക്കേടുകളാണ് കേട്ടോ. അവനത് കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ. എന്താ വെറുതെ ഏട്ടൻ ഇങ്ങനെ പിടിച്ചതാ. Okay means I will put the roll here. Okay, Nodi. Okay, Nodi. ഇച്ചിരി വലുതായിരിക്കില്ല, ഇത് തന്നെ വലുതല്ലേ? മതിയോ? വരാതെ മതി. കൊടുക്കണ്ടേ? 250. ഇതെന്നെ വാച്ച് क्या भैया?